ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ബ്രോഡ്വേയിൽ പോവാണ് കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ആ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ദിവസം മുമ്പ് പ്ലാൻ ചെയ്തതുകൊണ്ട് ഞാനപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഉമ്മി ജോലി സ്ഥലത്തേക്ക് പോവും, അഫ്ല ക്ലാസ്സിലേക്കും പോകും കേട്ടോ. ഞാനപ്പോൾ അവിടെ നിന്ന് ബസ്സൊക്കെ കയറി ഞാൻ ക്ലാസ്സിലെത്തി. എൻ്റെ ക്ലാസ്സിൻ്റെ അവിടെ നിന്ന് അടുത്താണ് കേട്ടോ. ഒരു 2-3 സ്റ്റോപ്പ് കഴിയുമ്പോഴത്തേനും ബ്രോഡ്വേ ആണ്. ഞാനിപ്പോൾ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കേട്ടോ. എൻ്റെ ഫ്രണ്ട് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങണേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. ഞങ്ങളിപ്പോൾ വേഗം എത്തി. അവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ബസ്സിൽ കയറി ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ക്രിസ്മസിന് ബ്രോഡ്വേ അടിപൊളിയാണ് കേട്ടോ. കുറേ അലങ്കാര വസ്തുക്കളും ലൈറ്റുകളും സ്റ്റാറും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇതിവള് വാങ്ങിയതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇവളുടെ കസിൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞ് അപ്പോൾ ഈ പ്രാവശ്യം അവൾ കണ്ടപ്പോൾ വാങ്ങിയിട്ടാണ്. ഞങ്ങൾ വന്നപ്പോൾ ഒക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, നല്ല തിരക്കൊക്കെ ഉണ്ടായി. ഞങ്ങൾ ഒരു 1:30-1 മണി ആ ഒരു ടൈമിലൊക്കെയാണ് കേട്ടോ ഇവിടെ വന്നത്. അപ്പോൾ ഒക്കെ നല്ല ആൾക്കാരുണ്ടായി, നല്ല തിരക്കുണ്ടായി. എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞങ്ങൾ പോയ ഡേറ്റ് എന്ന് പറയുമ്പോൾ 5-ാം തീയതി ആ ഒരു ടൈമിലെടുത്ത ക്ലിപ്പുകളാണ് കേട്ടോ ഇതൊക്കെ. കുറേ ആൾക്കാർ സാധനങ്ങൾ വാങ്ങാനും പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ടായി. പിന്നെ ഞങ്ങളെപ്പോലെ ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് വന്നവരും ഒക്കെ ഉണ്ടായി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഭംഗി എന്ന് പറയുമ്പോൾ രാത്രി കാണാനാണ് കേട്ടോ. അത് ലൈറ്റൊക്കെ ആകുമ്പോഴും ഒക്കെ രാത്രി കാണാനാണല്ലോ രസം. പക്ഷെ ഉച്ചയ്ക്കാണെങ്കിലും നല്ല തിരക്കും ഇതൊക്കെ ഉണ്ട്. ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ്. ബ്രോഡ്വേ എന്ന് പറയുമ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇഷ്ടംപോലെ സാധനങ്ങൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലൊക്കെ ആയിട്ടും കുറേ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ്. സ്റ്റാറൊക്കെ നല്ല രസമാണ്. ഞങ്ങൾ പിന്നെ പോയപ്പോൾ അധികം വെയിലില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അധികം മടുപ്പൊന്നും തോന്നിയില്ല.
അന്ന് കണ്ടതിൽ എനിക്കിഷ്ടമായത് ഈ സ്റ്റാറാണ് കേട്ടോ, ഇതിൻ്റെ വെള്ള കളറ്. അത് ഞാൻ ഒരെണ്ണം വാങ്ങിയായിരുന്നു, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. കണ്ടപ്പോൾ തന്നെ അത് ഞാൻ ഒരെണ്ണം വാങ്ങി. ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അത് കണ്ടു നിൽക്കാൻ എന്ത് രസമാണെന്ന് പറയാം. കുറേ ഡോളുകളും കുറേ സാധനങ്ങളുണ്ട്. എല്ലാം ഭയങ്കര എസ്തറ്റിക് പോലെ ഭയങ്കര രസമായിട്ടുള്ളതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കുറേ നേരം നോക്കി ഇന്ന് കണ്ടായിരുന്നേ. പിന്നെ കുറേ സ്റ്റാറുകൾ, ഇഷ്ടം പോലെ സ്റ്റാറുകളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ എല്ലാം കണ്ട് നടന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി തിരിച്ച് നമുക്ക് പോകണം. മറിയൻ ഡ്രൈവ് പോവുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയത് ഐഡൻറ്റി കാർഡ് പോയാ കണ്ണിലേക്ക് പൊടി. ഞങ്ങളിന്ന് കുറച്ച് നേരം മറൈൻ ഡ്രൈവിൽ വന്നിരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ബ്രോഡ്വേയിൽ വന്നത്. എൻ്റെ അതെ അവളുടെ അതെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതെന്തായാലും അടിപൊളിയായിരുന്നു. നൈറ്റ് വന്ന് എനിക്ക് കുറച്ചും കൂടി രസമായിട്ട് തോന്നിയെന്ന് തോന്നുന്നു. ആ ലൈറ്റൊക്കെ എന്തായാലും അടിപൊളിയായിട്ടുണ്ടായി. പിന്നെ സാധനങ്ങളൊന്നും വാങ്ങണമെന്ന് വിചാരിച്ചൊന്നും വാങ്ങിയതല്ല. എനിക്കിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി, ക്യൂട്ട് തോന്നിയിട്ട് അങ്ങനെ വാങ്ങിയതൊക്കെയാണ് കേട്ടോ. എന്തോ 15-30 അത്രയൊക്കെ റേറ്റേ ഉണ്ടായിട്ടുള്ളൂ അതിന്. സ്കൂൾ പിള്ളേരാണ് ഗൈസ്. മറൈൻ ഡ്രൈവിൽ വന്നേക്കാണ്. പിന്നെ ഞങ്ങൾ മറൈൻ ഡ്രൈവ് വന്നിരുന്നപ്പോൾ കുറേ സ്കൂൾ പിള്ളേരെ കണ്ടായിരുന്നു കേട്ടോ. അവരെന്തോ ടൂറിൻ്റെ ഭാഗമായിട്ടും കണ്ട് വന്നതാണ്. നല്ല രസമുണ്ടായിട്ടോ. അവരിങ്ങനെ കുഞ്ഞു പിള്ളേരിങ്ങനെ ഓടിക്കഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന. ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ അങ്ങനെ ഇരുന്നു കേട്ടോ. എല്ലാവരെയും നോക്കി കുറച്ച് നേരം സമയം പോകാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ്. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. ഞങ്ങൾ ആലുവയ്ക്ക് ബസ് കയറിയിട്ട് അവിടെ നിന്ന് പെരുമ്പാവൂർക്ക് പോരാൻ വേണ്ടിയിട്ട്. പിന്നെ ആലുവ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വിശക്കുണ്ടായി. അപ്പം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച്. അതിന് സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് ഞങ്ങൾ കറക്റ്റ് ആലുവയിലെത്തലും ആ ഓർഡർകാരൻ വന്ന് ഞങ്ങൾക്ക് ഫുഡ് കയ്യിൽ തന്നാന്ന് കേട്ടോ. ഇനി ഞങ്ങൾ തിരിച്ച് പെരുമ്പാവൂർക്ക് ബസ് കയറി. ഞാൻ വീട്ടിലെത്തി ഫ്രഷൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇത് കഴിക്കാൻ പോകുന്നത്. കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. അവിടെ ആലുവയിലുള്ള പാതിര കൊഴിന്നാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തത്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ സ്കൂളിൽ വിട്ട് വന്നു ഗൈസ്. കുഴിമന്തി തിന്നാം. ഓ ഗൈസ്, ഐഡന്റി കാർഡ് കിട്ടി. കാണിക്കില്ല ഐഡന്റി കാർഡ്. അങ്ങനെ ഐഡന്റി കാർഡ് കിട്ടി ഗൈസ്. വാപ്പയുടെ പേര്. ഇപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ അവൾ ഫ്രഷായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പാതിരാക്കോഴി പോയി നമ്മുടെ ചാനലിൽ റീൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ പോയപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു അവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്ന്. ഞാൻ ഒരു ദിവസം വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞാലോ. അപ്പോൾ ഈ പ്രാവശ്യമാണ് പറ്റിയത്. എനിക്ക് ഇവിടുത്തെ കുഴിമന്തി അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാന്താരിയും അടിപൊളി, നോർമലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ആ വഴി പോകുമ്പോൾ വാങ്ങണം കേട്ടോ. ഇതാണ് കേട്ടോ ആ സ്റ്റാർ. ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായതാണ്. ഇതിങ്ങനെ പാർട്സ് ആയിട്ടാണ് കിടക്കുന്നത്. അത് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് തന്നെ കടയിൽ നിന്ന് തന്നെ അവർ പറഞ്ഞാന്ന് വേണേൽ ഫിറ്റ് ചെയ്ത് തരാമെന്ന്. പിന്നെ ഞാൻ ബസ്സിൽ കയറി പോകുന്നതുകൊണ്ട് ഫിറ്റ് ചെയ്ത് തരണ്ടാന്ന് പറഞ്ഞു. ആ ഒരു ചെറിയുടെ ഒരു സ്റ്റിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റാറിന് 110 രൂപ അത്ര കണ്ടുണ്ടായുള്ളൂ. അതെനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയായിരുന്നു കേട്ടോ.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.